റെഡിയാക്കി കൊണ്ട് പോവാ. ഒരു ജീവിതത്തിൽ സക്സസ് ആയിക്കൊണ്ട് ജീവിക്കുക. സക്സസ് ആയി ജീവിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ആരോഗ്യം വേണം, പണം വേണം, നമുക്ക് ഏകദേശം ടൈം വേണം. നമ്മൾ ഇന്നിപ്പോ നമ്മളുടെ ലീഡേഴ്സായി ആയിഷ മാഡം കണ്ടില്ലേ, റഹിയാനത്ത് മാഡം നമ്മുടെ മുമ്പിലില്ലേ? നമ്മൾ വെസ്റ്റേജ് എന്ന് പറയാൻ എന്താണ്? വിജയിച്ചവരുടെ പാതാന്ന ഫുട് പ്രിന്റ് അല്ലേ? നമ്മുടെ മുമ്പിൽ വിജയിച്ച ആളുകളുണ്ട്. ഹൗസ് എന്ന് പറയുന്ന ഒരു സാധാരണ വീട് എന്ന് പറയുന്ന സ്വപ്നം കാണാൻ പോലും കഴിയാത്ത ഒരു വ്യക്തിയാണ് ഈ 17-ാം തീയതി വലിയൊരു വീട് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. ആരാണ് ഓപ്പൺ ചെയ്യാൻ വരുന്നത്? 40 ലക്ഷം രൂപന്റെ മുകളിൽ മാസ വരുമാനം വെക്കുന്ന വ്യക്തി. ഇത് എവിടുന്നാണ് കിട്ടിയത്? നിങ്ങൾ കുറെ ബുദ്ധിമുട്ടില്ലേ? കുറെ സാറ് ആദ്യം ഓപ്പണിംഗ് പറഞ്ഞ നിങ്ങൾ അതും ഇതും താരതമ്യം ചെയ്യരുത്. വെസ്റ്റേജിനെ കുറിച്ച് നിങ്ങൾ പഠിക്കണം. ഓരോരുത്തരും പഠിച്ചിട്ട് മുന്നിലാവണം. നമ്മൾ ഓരോരുത്തരുടെ ലീഡേഴ്സിനെ കാണാൻ പോകുമ്പോ നമ്മൾ കേൾക്കുന്നതാണ്. സാറും ഇവിടെ മുന്നിൽ പറഞ്ഞതില്ലേ, ഞാൻ വെസ്റ്റേജ് ചെയ്തിരുന്നു. നമ്മൾ അദ്ദേഹത്തോട് നീ എന്ത് ചെയ്തിരുന്നു? വെസ്റ്റേജ് പ്ലാന് പഠിച്ച ഒരു വ്യക്തി. ഞാൻ വീണ്ടും ഉറപ്പിച്ചു പറയുന്ന അടിവരയിട്ട് പറയുന്നു, നിങ്ങൾ ആദ്യമായിട്ട് നമ്മൾ പഠിക്കേണ്ടത് വെസ്റ്റേജിന്റെ പ്ലാനാണ്. പ്ലാൻ പഠിക്കണം. വെസ്റ്റേജിന്റെ പ്രൊഡക്റ്റിനെ കുറിച്ച് പഠിക്കണം. എന്നിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ഇറങ്ങാൻ. എന്നിട്ട് വേണം നമ്മൾ ഇരുന്നിട്ട് പഠിക്കണം. പഠിക്കാതെ ആരെങ്കിലും പറയുന്നതല്ല വെസ്റ്റേജ്. നിർത്തിപ്പോയവരല്ല. നിർത്തിപ്പോയവരെന്താ? ഇത് പഠിക്കാത്തവരാണ് നിർത്തിപ്പോയത്. ഇതിനെ കുറിച്ച് മനസ്സിലാക്കാത്തവര്, ഇതിനെ കുറിച്ച് ഒരു ചുക്കും മനസ്സിലാക്കാത്തവര് ഒരു ഐഡിയ അടിച്ച് വീട്ടിലിരുന്ന വെസ്റ്റേജ് ആവോ? ആർക്കും കിട്ടില്ല. ഒരു ആധാറുള്ള, ഒരു ഐഡന്റിറ്റി കാർഡുള്ള, ഒരു ലൈസൻസ് ഉള്ള ആർക്കും വെസ്റ്റേജിൽ ഐഡിയ അടിക്കാൻ പറ്റും. പക്ഷെ വെസ്റ്റേജിൽ വിജയിക്കണമെങ്കിൽ പ്രവർത്തിക്കണം. രാവും പകലും പ്രവർത്തിക്കണം. പ്രവർത്തിച്ചാൽ റിസൾട്ട് കിട്ടുന്ന ഒരു പ്രോഗ്രാം, പ്രൊഡക്റ്റ് കഴിച്ചാൽ റിസൾട്ട് കിട്ടുന്ന, നമ്മളൊരു സോപ്പ് മേടിച്ചാൽ അതിന്റെ റിസൾട്ട്, എന്തിനും റിസൾട്ട് കിട്ടുന്ന ഒരു ബിസിനസ്സിലാണ് നമ്മൾ മുന്നോട്ട് നോക്കിയിരിക്കുന്നത്. ഞാൻ സാറേ, ഞാനൊക്കെ തായ്ലാൻഡിൽ പോയ വ്യക്തിയാണ്. എന്റെ പാസ്പോർട്ടിൽ ആദ്യമായിട്ട് തായ്ലാൻഡിന്റെ വിസയാണ് അടിച്ചിട്ടുള്ളത്. അറിയോ നിങ്ങള്? എന്തുകൊണ്ട് എന്നെ ഈ സ്വപ്നം കാണാൻ തായ്ലാൻഡിലേക്ക് എത്തിച്ചത് എവിടെ നിന്നാണ്? ഈ സാധാരണക്കാരെ AC ഫിറ്റ് ചെയ്ത് നടക്കുന്ന ഞാൻ തായ്ലാൻഡ് സ്വപ്നം കണ്ടിരുന്നോ? സ്റ്റേജിലേക്ക് വരുന്നതിന് മുമ്പ് കമ്പനി മെസ്സേജ് അനൗൺസ് ചെയ്തു, തായ്ലാൻഡിലെത്തി. എത്ര പേരെ കൊണ്ടുപോയത്? ഞാൻ വെല്ലുവിളിക്കുന്നു. 8000 മുകളിൽ തായ്ലാൻഡിലെ കൊണ്ടുപോയ ഒരേ ഒരു കമ്പനി, ദാറ്റ് ഈസ് വെസ്റ്റേജ് ആണ്. വേറെ ഏതെങ്കിലും കമ്പനി കൊണ്ടുപോയിട്ടുണ്ടോ? അതിലാണ് നമ്മൾ നിൽക്കുന്നത്. ലക്ഷപ്രഭുകള്, കോടിപ്രഭുകൾ, 1 കോടിന്റെ മേലെ കമ്പനിയിൽ മാസ വരുമാനം വേകുന്ന ഏതെങ്കിലും ഒരു കമ്പനി ഉണ്ടോ? ഇന്നലെ സിദ്ധാർത്ഥ് സിംഗ് നമ്മൾ കണ്ടതല്ലേ, നമ്മളെ കണ്ണിൽ കണ്ടുകൊണ്ടിരിക്കില്ലേ? 70 ലക്ഷത്തിന്റെ മേലെ വേകുന്ന SB വാലി, 40 ലക്ഷത്തിന്റെ പേര് അജയ് ശർമ്മ. ഇവരൊക്കെ നമ്മളെ 10 ലക്ഷത്തിന്റെ മുകളിൽ വേകുന്ന എത്ര പേരുണ്ട്?